നമ്മൾ വിടില്ല. ഇത് രാഷ്ട്രീയപരമായ വേട്ടയാടലാണ് ഇത്. പിണറായി വിജയനെ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർഷം വിടൂല. സതീശനും വിടൂല, മോദിനെയും വിടൂല, ഇഡിനെയും വിടൂല. ആരാധിക്കുന്ന നിരവധി CPM നേതാക്കളുണ്ട്. ആ നേതാക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മോഡിയുടെ നേതൃത്വത്തിലുള്ള, സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. ഈ പാവ അടിമകൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടോ, ED അല്ല VD, അല്ലെങ്കിൽ VD അല്ല ED എന്നുള്ളത്. ഇനി EDയും VDയും അല്ല പിണറായി വിജയൻ ഈ കപ്പ് കൊടുത്തത്, സ്വന്തം മോളാണ്, അല്ലെങ്കിൽ സ്വന്തം മോളുടെ കമ്പനി ത്രൂ ആണ് ഈ കപ്പ് കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ. ഏതായാലും പിണറായി കമ്പനി തുടങ്ങി കമ്പനി കൂടെ എടുത്ത പൈസൻ്റെ കണക്കല്ല, അതായത് മോള് കമ്പനി തുടങ്ങി മോളെ കമ്പനിക്ക് കൊടുത്ത പൈസൻ്റെ കണക്കാണ് ഈ പുറത്തോട്ട് വരുന്നത് എന്നുള്ളതും ഇതൊക്കെ അറിയാത്തത് കൊണ്ടല്ല. പാവങ്ങളെ ക്യാപ്സ്യൂൾ കൊടുത്തിട്ടും അങ്ങനെ പലതും കൊടുത്ത് പറ്റിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനേ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഒരുപാട് ചാനലുകളിൽ ഇതിൻ്റെ പോൾ ഇടുന്നുണ്ട്. ഈവൻ കൈരളിയിൽ പോലും നമ്മളിതിൻ്റെ പോള് കണ്ട സമയത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ, ED ആണോ ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ VD ആണോ ഉത്തരവാദി എന്നൊക്കെ ചോദിക്കുന്ന ഈ പോളുകളിൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പിണറായി ചോദിച്ചു വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പിണറായിക്കെതിരെ അതല്ലെങ്കിൽ ഈ ഒരു കേസിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പോളുകൾ വരുന്നത്. ഇപ്പോഴും പലരുടെയും വിചാരം അതായത് ഉറങ്ങിക്കിടക്കുന്ന കുറേ സഖാക്കളെ എഴുന്നേൽപ്പിക്കാൻ പറ്റി. സത്യം അത് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതൽ പിണറായിക്ക് ക്ഷീണം, മൊത്തം പാർട്ടിക്ക് ക്ഷീണം, മൊത്തത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദുർബല പാർട്ടിയായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു പാർട്ടിയിൽ കുറച്ച് പാവപ്പെട്ട സൈബർ കമ്മികളും അതല്ലെങ്കിൽ കുറച്ച് ജയ് വിളിക്കാൻ പറ്റുന്ന ഇങ്ങനെ കുറേ പാവപ്പെട്ട അടിമകളും മാത്രമായിരുന്നു ഈ പാർട്ടിക്കുള്ളത്. ഇപ്പം ഈ ഒരു അറസ്റ്റ് ആയിട്ടില്ല കേട്ടോ, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. ഈ ഒരു ED റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലും അവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ വരുന്ന് ബഹളം കൂട്ടുന്നു, പിണറായിക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നു. അവസാനം ED വന്ന വണ്ടി തന്നെ അടിച്ചു പൊളിച്ച് നമ്മൾ കണ്ടു. ഈ വണ്ടി അടിച്ച് പൊളിച്ചിട്ട് കംപ്ലീറ്റ് ക്യാമറ ഒപ്പിയെടുത്തിരിക്കുകയാണ്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഇവന്മാരൊക്കെ തൂക്കും. ED അതായത് ഇതൊരു കേന്ദ്രത്തിൽ നിന്നാണ് ഇനിയിപ്പോൾ അടുത്തതിൻ്റെ ഇത് വരാൻ പോകുന്നത്, സകലെണ്ണത്തിനും തൂക്കും. ആ തൂക്കുന്ന സമയത്ത് ആ മുമ്പിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾ കണ്ടോ? ഇല്ല, ഒരു നേതാവും വന്നിട്ടില്ല. ഒരു നേതാവിൻ്റെ മോനുണ്ടായിരുന്നു, വിനീഷ് കോടിയേരി, വന്നിട്ട് മക്കളെ കല്ലെറിയരുത്, പൊളിക്കരുത്, വണ്ടി വിടുക എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പുള്ളി അവിടുന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ആ പറഞ്ഞ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ ഒരു പാവപ്പെട്ട അടിമകളും കേട്ടില്ല. ആവേശം മൂത്ത് അങ്ങോട്ട് കയറി പൊട്ടിച്ചു. അവസാനം ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഓക്കെ ജോയി പറഞ്ഞത് നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ നേതാക്കളൊന്നും അല്ലല്ലോ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ എന്നും പറഞ്ഞിട്ടുണ്ട്. ED ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ EDയുടെ എതിരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പിണറായിക്കും എവിടെ ഒരു പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ആലോചിക്കണം. പാവം തോന്നി ഈ അടിമകളുടെ സൈബർ കമ്മികളുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടപ്പം. പല സ്ഥലത്ത് വന്ന് പലതിട്ടുന്ന സമയത്ത് ഒരുപാട് സങ്കടം തോന്നി. ഇവന്മാർക്ക് ഇനിയും കാര്യം മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ളത് മനസ്സിലായി. ഏതാണെങ്കിലും ഉറങ്ങിക്കിടന്ന കുറച്ച് പാവപ്പെട്ട ഈ അടിമകളെ വീണ്ടും ഉണർത്താൻ പിണറായിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങുകളിലും കാര്യങ്ങളും വളരെ വ്യക്തമായിരുന്നു പിണറായി കളിച്ചു, അല്ലെങ്കിൽ പിണറായിയുടെ പിണറായിസം മാത്രം ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഇത്രയും വലിയൊരു തോൽവി തോറ്റു. അതല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്നും തോൽക്കേണ്ടതിന് പകരം ഇത്രയും വലിയൊരു തോൽവി തോറ്റത് പിണറായിസം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു. പിണറായിക്ക് പോലും വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ പിണറായി പോലും ഒരു സ്റ്റിക്കർ മാത്രമായിട്ട് ധർമ്മടത്ത് മാറിയതൊക്കെ നമ്മൾ ഇതിൻ്റെ തുടക്കത്ത് കണ്ടിരുന്നു അല്ലേ? അങ്ങനെ മൊത്തം ക്ഷീണത്തിൽ നിൽക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഈ ഒരു EDയുടെ റെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ EDയുടെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ സതീശൻ പ്രധാനമന്ത്രിനെ കണ്ട് അതെ EDനൊന്ന് റെയ്ഡ് ചെയ്തേക്കണേ, അല്ല നമ്മുടെ പിണറായിനൊന്ന് EDനെ വിട്ട് റെയ്ഡ് ചെയ്തേക്കണേ എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രധാനമന്ത്രി ഇന്നലെ ഈവനിങ് തന്നെ ആ മക്കളെ നാളെ രാവിലെ വിട്ടോ. ഇതൊന്നും അല്ല ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് വിവരമുള്ള സഖാക്കൾക്ക് അറിഞ്ഞൂടെ ഒന്നുമില്ലെങ്കിലും അല്ലേ? ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വലുതാണെന്നും ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എടുത്തു വരുന്ന സംഭവങ്ങളാണെന്നും ഇന്നലെ കോടതിയിൽ നിന്ന്, അതായത് ഈ പറഞ്ഞ ഈ കരിമണൽ ഖനനത്തോടനുബന്ധിച്ചിട്ടുള്ള CMRLന് പണം പറ്റി എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്തോ, നിങ്ങൾക്ക് പ്രൊസീഡ് എന്നും പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതും അറിയാത്തത് കൊണ്ടല്ലല്ലോ എൻ്റെ പൊന്നു സഖാക്കളെ നിങ്ങൾ ഇത് പിണറായിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ പരിപാടികളൊക്കെ പറയുന്നത്. VD അല്ല ED എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞൂടെ? മടിയിൽ കനല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പണ്ട് ഉമ്മൻചാണ്ടി കോടതിക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ കോടതിക്ക് ഉള്ളിൽ പോയി ഇരുന്നിട്ട് നിങ്ങൾ കേസെടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ കേസ് പറ, അതിനുള്ള എൻ്റെ മടിയിൽ കനല്ലാത്തതുകൊണ്ട് ഞാനത് വാദിച്ചോളാം എന്ന് കാണിച്ച ആ ഒരു ചങ്കുറപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഇത് ആകെ മൊത്തം മൂഞ്ചിനൊരവസ്ഥയിലോട്ടല്ലേ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സത്യം നിങ്ങൾ ബുദ്ധിയുള്ള സഖാക്കൾ അതല്ലേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്.
മടി കനയില്ലെങ്കിൽ ഓൻ വന്ന് കണ്ടുപോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ആ അണികളോണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഈ ബോധമില്ലാത്ത നേതാക്കളും ആ ബോധമില്ലാത്ത നേതാക്കൾ പറയുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങി വരുന്ന ഒരു കൂട്ടം അടിമകളും കൂടെ വന്നിട്ട് ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ അവിടുന്ന് ഇഡി, അതായത് വീണയുടെ വീട്ടിൽ നിന്ന് പലതും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായിയുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇഡി പോയി എന്ന് പറയുന്നു. പക്ഷേ വീണ, അതായത് പിണറായിയുടെ മകളുടെ വീട്ടിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം ഇഡി പുറത്തു വിട്ടു. അപ്പം ഇനി നിങ്ങൾ അതെന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഈ കുറേ ആ വാഹനം അടിച്ച് പൊളിച്ച ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ഇത് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് അവർ എന്ത് ചിന്തിച്ച് നോക്ക്. ഇത് അടിമകളോണ്ട് എനിക്ക് അതേ പറയാനുള്ളൂ. ഏതാണെങ്കിൽ ഇപ്പം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ചില പോസ്റ്റുകൾ വളരെ രസകരമായി തോന്നിയതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റാണ്. വളരെ സിമ്പിളായിരുന്നു. രാവിലെ തന്നെ ഒരു കപ്പ് ചായ, ഒരു കപ്പ് എടുക്കട്ടെ, കപ്പേ എന്നും പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ്. അത് രാഹുലിൻ്റെ എതിരെ കേസ് വന്ന സമയത്ത് പിണറായി ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുള്ള ഒരു ഗോഷ്ഠി കാണിച്ചിരുന്നു. അതിനുള്ള തിരിച്ചുള്ളൊരു മറുപടി ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഏതാണെങ്കിലും അത് രാഹുലിൻ്റെ ആരാധകരും അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും അതല്ലെങ്കിൽ മറ്റാളുകളും അത് ഒരു സംഭവമായിട്ട് തന്നെ ഏറ്റെടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി എൻ ഷംഷീറിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ബോംബെക്കാര ജാവോ എന്ന് പറയണം, ജാവോ എന്നിട്ട് ഒരു പോസ്റ്റാണ് എ എൻ ഷംസീർ ഇട്ടുള്ളത്. എൻ്റെ പൊന്നു ഷംഷീറെ, ഈഡിൻ്റെ മുമ്പിൽ ബോംബെക്കാര ജാവോ എന്ന് പറയുമ്പം ഈഡി പറയുന്നത് മോനെ ഷംഷീറെ ആവോ എന്നും പറഞ്ഞിട്ട് ഒരു പൊക്കിയെടുത്ത് കൊണ്ടുപോകലുണ്ട്. അതേ നടക്കാൻ പോകുന്നുള്ളൂ. വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും പൊട്ടത്തരങ്ങളും ഇങ്ങനെ വിളിച്ച് പറയാണ്ടിരിക്കുക. ഇഡിക്കും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസീസിനൊക്കെ ഈ മറ്റുള്ള രാജ്യത്തെ ബാക്കി സകലതും വെറും ഇതായിട്ട് അവർ കാണുന്നുള്ളൂ. അതിപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് തന്നെ അവസ്ഥ. കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കളുടെ വീട്ടിൽ വന്നിട്ടും കോൺഗ്രസിൻ്റെ എംപിമാരെ വീട്ടിൽ വന്നിട്ടും MLA-മാരെ വീട്ടിൽ വന്നിട്ട് ഇഡി ഇതുപോലത്തെ തക്കത്തരിയുടെ പരിപാടികളൊക്കെ കാണിച്ച് പോകാറുണ്ട്. അന്നൊന്നും നമ്മളൊന്നും മിണ്ടാറില്ലല്ലേ. അപ്പം ഇതുപോലെ ഒന്ന് പണി തിരിച്ച് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊന്ന് ബേജാറായി. അതായത് 10 കൊല്ലം നിങ്ങളിത് ഹോൾഡ് ചെയ്ത് പിടിച്ചു. 10 കൊല്ലം ഹോൾഡ് ചെയ്ത് പിടിച്ചു. അല്ലെങ്കിൽ ഇഡിയിൽ ഹാജരാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോനും മോളിയും അങ്ങോട്ട് വിടാണ്ട് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്തു. ഇപ്പം ഇനി അതൊന്നും ഇല്ല. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ പോകുന്നത് എന്ന് ആലോചിക്കുക. അപ്പം ജാവോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവോ എന്നും പറഞ്ഞ് മോനെ ഷംഷീറിൻ്റെ ഈ പിടിച്ചൊരു കൊണ്ടുപോകലുണ്ടാവും ഇടി. അപ്പോൾ വെറുതെ അങ്ങനത്തെ വലിയ വലിയ വീരവാദങ്ങളൊക്കെ പറയാണ്ടിരിക്കുന്നതായിരിക്കും സഖാവിന് നല്ലത്. ഇനി അതിനേക്കാൾ രസം തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇലക്ഷൻ കഴിയുന്നവരെ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെയും SDPI ഒക്കെ വോട്ട് തേടിയിട്ട് അല്ലെങ്കിൽ ആ വോട്ട് കൊണ്ട് സതീശൻ മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ എന്താ പറയുക വർഗീയ ഫാസിസ്റ്റ് അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ വോട്ടോടുകൂടി ഇതാ സതീശൻ മന്ത്രിയായിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ SDPIയുടെ വല്ലാത്തൊരു പോസ്റ്റ് ഞാനിന്ന് കാണാനിടയുണ്ടായി. അതായത് പിണറായി വിജയനോടുള്ള പകപോക്കൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുക. ED റൈഡിൽ നാളെ ജില്ലാതലങ്ങളിൽ SDPIയുടെ മാർച്ചാണ്. SDPIയും നമ്മുടെ പിണറായി വിജയൻ്റെ ആ ഒരു അഭൂതപൂർവമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്ററുകൾ ഇതാ SDPIയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും ഭയങ്കര രസകരമായി തോന്നി. ഇനി ഇയാൾക്ക് വേണ്ടിയിട്ട് അവിടെ ജയ് വിളിക്കാൻ വന്ന ചില നേതാക്കളുടെ പരിതാപകരമായിട്ടുള്ള ജൈവിളികൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്ന ഇതായിരുന്നു അത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വയ്യ, കൈയൊന്നും പൊക്കാൻ വയ്യ, വാ തുറന്ന് ജയ് വിളിക്കാൻ വയ്യ. പാവപ്പെട്ട അടിമ അവിടെ കിടന്ന് ജയ് വിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് മറ്റു കുറേ അടിമകൾ ഭയങ്കര ഘോരം ജയ് വിളിക്കുന്നുണ്ട്. നേതാക്കളായ ഞങ്ങൾക്കറിയാം ഈ പിണറായിസം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ മൂഞ്ചി തെറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പുറത്ത് കാണിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് വന്നിരുന്ന് ഒരു 2 ജയ് വിളിച്ച് പോകേണ്ടി വന്ന അവസ്ഥ. ഇതൊക്കെ പച്ചക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഒരു സ്വയം വിലയിരുത്തൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിച്ചിട്ട് ആരും ഒന്നും വിചാരിച്ചിങ്ങോട്ട് വരരുത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അറസ്റ്റ് ചെയ്യാമെന്ന പോലീസുകാരോട് നമ്മുടെ ജോയേട്ടൻ പറഞ്ഞതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ഇഷ്ടം പോലെ വീഡിയോ താങ്കൾക്ക് വിശ്വസിച്ച് അങ്ങനെ നിന്നു എല്ലാം തങ്ങൾ പറഞ്ഞു. കേട്ടല്ലോ, നിങ്ങൾ കണ്ട പ്രതികൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങ് വിട്ടുതരാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കേണ്ട. അപ്പോൾ പോലീസുകാരും പറഞ്ഞു ഞങ്ങൾ ഈ വിഷ്വൽസിൽ മൊത്തം ആളെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം ആരാന്നുള്ളത്, അവരങ്ങ് വിട്ടു തന്നേക്കണം. അപ്പോൾ ജോയേട്ടൻ പറയുന്നുണ്ട് വിട്ടുതരാം, ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ നേതാക്കളൊന്നും അതിൽ പെട്ടിട്ടില്ല, വിട്ടുതരാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട അന്തം ഈ അടിമകളോണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും കണ്ണ് തുറക്ക്. നിങ്ങൾ ഈ പറഞ്ഞ അവിടെ ഏത് പ്രവൃത്തി ചെയ്താലും നാളെ മുതൽ രാഷ്ട്രീയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കേരളത്തിനെ സ്തംഭിപ്പിച്ചാലും ഇതിൻ്റെ സപ്പോർട്ട് ഇപ്പുറത്ത് വീടിക്ക് കൂടുന്നുള്ളൂ. ഈടി തന്ന പണിക്ക് വീടിക്ക് സപ്പോർട്ട് കൂട്ടിത്തരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു
സാമാന്യ ബോധം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഏതാണെങ്കിലും ഇതൊരു വലിയ മൂവ്മെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ 1,72,00,000 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ? ഇവിടെ 100 കോടിയും 500 കോടിയൊക്കെ ഓരോ പരിപാടികൾ ഇവിടെ നമ്മൾ കട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കോടിക്ക് മാത്രം എന്താ ഇത്ര പ്രതിഫലം അല്ലെങ്കിൽ ഇത്ര ചിന്ത? സ്വന്തം മോളെ വെച്ചിട്ട് ഇമാതിരി ഓരോ പരിപാടികൾ കാണിക്കും, മോളുടെ കമ്പനികൾ വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കാണിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചില്ല നമ്മളെ പിടിക്കപ്പെടുന്നുള്ളത്. ഇനിയിപ്പം ഈ 10 വർഷം ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 10 വർഷം ഭരിച്ച സമയത്ത് ഈ പൈസ കിട്ടിയിട്ട് ആ കിട്ടിയ പൈസയുടെ കണക്ക് ഈ പറഞ്ഞ വീടുകളിൽ ഒളിപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെയാണ്. അത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട പോലെ എത്തിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. ഇനി ബാക്കി എവിടുന്നെങ്കിലും ഒരു പൊട്ടലും തൊന്നലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇടുക്കി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ എന്താ പറയുക നാടകമാക്കി മാറ്റാനും അതിൽ നിന്ന് പോയ, അതായത് എനിക്ക് എൻ്റെ കൈമോശം വന്നു പോയിട്ടുള്ള എൻ്റെ സംഘ അല്ലെങ്കിൽ എൻ്റെ ശക്തികളുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ അണികളുടെ എൻ്റെ അടിമകളുടെ ആ ഒരു സപ്പോർട്ട് വീണ്ടെടുക്കാനുള്ള ഒരു പരിപാടിയായിട്ടും കൂടെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ വിജയൻ ഇത് കണ്ടിട്ടുള്ളത്. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇതൊരു എനിക്ക് കിട്ടിയ സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ഉറങ്ങിക്കിടന്ന സിംഹങ്ങളായിട്ടുള്ള അടിമകൾക്ക് വീണ്ടും ഞങ്ങൾ വിളിച്ചുണർത്തി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു നാടകം കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഏതാണെങ്കിലും ഇനി ഇതിൻ്റെ ബാക്കി വരും വരായികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏതാണെങ്കിലും മൊത്തത്തിൽ ഈ കേരളത്തിലെ നമ്മുടെ കമ്മികളും അടിമകളും സഖാക്കന്മാരും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.